മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ടും ഇനിയും കാര്യമൊന്നും തിരിഞ്ഞിട്ടില്ല, ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെടും. ഇവരെയൊക്കെ പോലുള്ള കടൽ കിഴവന്മാര് നേരത്തെ ഇവിടെ ബഹുമാന്യനായ PK നാരായണ പണിക്കരുടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് യോഗം തുടങ്ങിയത്. കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും സംവരണത്തിന്റെ കാര്യത്തിലൊക്കെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്തൊക്കെ വിരോധങ്ങൾ ഉണ്ടെങ്കിലും ഒരു കാര്യത്തിൽ നാരായണ പണിക്കരെയും ആ സംഘടനയുടെ നേതാക്കളെയും മാതൃകയാക്കേണ്ടതുണ്ട്. അവരുടെ അന്തസ് എന്തൊക്കെ പറഞ്ഞാലും നായർ സമുദായത്തിന് അധികാരത്തിലും ഉദ്യോഗത്തിലും അർഹവും അതിനപ്പുറവുമുള്ള അംഗീകാരവും പങ്കാളിത്തവും ലഭിക്കുന്നതിന് വേണ്ടി ഏത് മുന്നണി കേരളം ഭരിച്ചാലും അവരെയൊക്കെ മൂക്കി നിർത്തിയിട്ട് സ്വന്തം സമുദായത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്ന, മറ്റൊരു സ്വാർത്ഥ ലാഭങ്ങളില്ലാത്ത ഒരു അഴിമതിയും നടത്താതെ സമുദായത്തിന്റെ താല്പര്യത്തിന് മാത്രം നിലകൊണ്ട നേതാവായിരുന്നു നാരായണ പണിക്കർ. ഇവിടെയോ ഈ സമുദായത്തിന്റെ സംഘശക്തി ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ പേര് പറഞ്ഞ് നക്കാപ്പിച്ചകൾ വാങ്ങിയിട്ട് പോക്കറ്റ് വീർപ്പിക്കുന്ന വൃത്തികെട്ടവന്മാരായിട്ട് കുറെ ആളുകൾ മാറുമ്പോ വേറിട്ട ശബ്ദമാണ് ശ്രീമാൻ നാരായണ പണിക്കർ എന്ന് പറയേണ്ടി വരുന്നു. സമുദായത്തിന്റെ താല്പര്യത്തിനു വേണ്ടി അവരൊക്കെ നിലകൊണ്ടത്. അതുകൊണ്ട് സമുദായം ഇങ്ങനെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി കടൽ കിഴവന്മാര് ഈജിപ്തില്, ടുണീഷ്യയിലൊക്കെ ഉണ്ടായിരുന്നു. മുസ്ലിം ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുപോയിട്ട് ഭീകരന്മാരെന്നൊക്കെ പേരില് തൂക്കിക്കൊന്ന ഒരുപാട് അഹങ്കാരികൾ, നിരപരാധികളെ കൊണ്ടുപോയി ജയിലടച്ചവർ. അവർക്കെതിരെ ഒരു പണ്ഡിതന്മാരും ഒരു സമുദായ തമ്പുരാക്കന്മാരും ഒന്നും രംഗത്തിറങ്ങാതില്ലാത്തപ്പോൾ സമുദായത്തിലെ സാധാരണക്കാർ മുല്ലപ്പൂ വിപ്ലവവുമായിട്ട് രംഗത്തിറങ്ങിയപ്പോ അത്തരത്തിലുള്ള ഹുസ്നി മുബാറക്കുമാരെ പോലുള്ള കടൽ കിഴവന്മാർക്ക് രാജ്യം വിട്ടോടിപ്പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും ഇതൊക്കെ സംഭവിക്കും. അവിടേക്കാണ് ഈ ആളുകൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി മഹാനായ പ്രവാചകന്മാരെ പോലും അപമാനിക്കുന്ന നാണംകെട്ട അവസ്ഥയിലേക്ക് പണ്ഡിതന്മാര് കൂപ്പുകുത്തുമ്പോ ഈ സമുദായം ആദ്യമായിട്ട് ആയുധമെടുക്കുന്നത്, തെരുവിലിറങ്ങുന്നത് നിങ്ങൾക്കെതിരെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ജാഗ്രത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും അബ്ദുൽ നാസർ മാദനിയുടെ ജയിൽ മോചന ശ്രമത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിക്കണമെന്ന്, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.